പാലക്കാട് അട്ടപ്പാടി ഇടവാണി ഊരിലെ ജനവാസ മേഖലയിൽ കരടിയിറങ്ങി അരിയും സാധനങ്ങളും തിന്നുന്നതിനു വേണ്ടിയാണ് ഇവ എത്തുന്നത്. 2 വർഷമായി പ്രദേശത്ത് സ്ഥിരമായി കരടി ഇറങ്ങാറുണ്ടെന്ന് ഊര് നിവാസികൾ പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇടുക്കിയും വയനാടും മലപ്പുറത്തും ഉണ്ടായ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള വന്യമൃഗശല്യവും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാലക്കാടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ജാഗ്രതയോടെ തന്നെയാണോ അവർ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ദേവിക, അട്ടപ്പാടിയിലാണ് ഇപ്പോൾ കരടിയെ കണ്ടിരിക്കുന്നത്. അട്ടപ്പാടി ഇടവാണി ഊരിലെ ജനവാസ മേഖലയിലേക്കാണ് കരടി എത്തിയത്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കരടി ഇറങ്ങാറുള്ളത് പതിവാണെന്നാണ് ഊർ നിവാസികൾ പറയുന്നത്. വീടുകളിൽ നിന്ന് അരിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും ഒക്കെ തിന്നാൻ വേണ്ടിയാണ് കരടി എത്തുന്നത് എന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ പ്രദേശത്തെ കരടിയുടെ സാന്നിധ്യമുണ്ട്. ആളുകളെ ആരെയും ആക്രമിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും തങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കരടി തുടർച്ചയായി എത്തുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടിയിൽ കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ കാട്ടാനിയുടെയും പുലിയുടെയും ഒക്കെ ശല്യം വലിയ രീതിയിലുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ കരടി കൂടി ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവർ ഇത് അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. അതുമായി ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും നീക്കം നടത്തിയതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് മറ്റു നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്തേക്ക് അവർ എത്തി പരിശോധന നടത്തി എന്നുള്ളതല്ലാതെ മറ്റേ കരടിയെ കണ്ടെത്തുന്നതിനോ അതിനെ പിന്നീട് ഈ കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയുന്നതിനോ വേണ്ട ഫലവത്തായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, പാലക്കാട് നിന്ന് അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്.